വീണ്ടും കാണേണ്ടവന് എന്റെ കണ്ണുകൾ തുറക്കണമോ? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവം നൽകിയ ശുശ്രൂഷയുമായിട്ട് നിൽക്കുവാൻ വലിയവനായ ദൈവം എളിയവന് തന്ന ഈ ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ബൈജു അവർക്ക്, അദ്ദേഹത്തെ ശുശ്രൂഷയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർക്ക്, കടന്നു വന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെയും അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലത്തെ ആരാധനയ്ക്ക് ശേഷമായിട്ട് മറ്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വൈകിട്ട്. ആ മീറ്റിങ്ങിൽ കൂടി സംബന്ധിച്ച ശേഷമാണ് കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എസ് കെ പ്രസാദുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായത്. ഇന്ന് പകല് ഹാർവസ്റ്റ് ടി വിക്കാർ ഞാൻ ശുശ്രൂഷിക്കുന്ന പാളയം ചർച്ചിൽ വന്ന് ആരാധന അവർ റെക്കോർഡ് ചെയ്യുവാനായിട്ടിടയായി. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ഒരു അഭിമുഖം ആ ടി വിയിൽ കൊടുക്കേണ്ടതായിട്ടും വന്നു. ഈ കാലഘട്ടത്തിൽ അവിടെയായിട്ട് ദൈവജനം, വേർപെട്ട ദൈവമക്കൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ ഉപവാസം കഴിഞ്ഞത്. ഇവിടെയും 21 ദിവസം ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പാളയം ചർച്ചിൽ ഞാൻ ഉൾപ്പെടെ 42 പേര് 21 ദിവസം പൂർണ്ണമായും ഉപവസിച്ചു. 42 പേര്. പിന്നെ ഭാഗികമായിട്ട് ഒരു നേരം കഴിച്ചുകൊണ്ടും കഴിക്കാതെയും ഒക്കെ ഭാഗികമായിട്ട് ഉപവസിച്ച അനേകം പ്രിയപ്പെട്ടവരുണ്ട്. എന്നോടൊപ്പം ഉപവസിച്ച വ്യക്തിയാണ് പാസ്റ്റർ എസ് കെ പ്രസാദ്. ഉപവാസം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് അറിയാമത്. ഞങ്ങളുടെ ഉപവാസത്തിൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും കർത്താവിൻ്റെ ദാസൻ്റെ ആലോചനകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞങ്ങളിട്ട് കേട്ട് അതിലെ വാക്യങ്ങൾ ഓർത്ത് അയവിറക്കി ദൈവസന്നിധിയിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് പരിചയമില്ലായിരിക്കും. ഒരു 2-3 മിനിറ്റ് മാത്രം എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ ദാസൻ എനിക്കൊരു സമയം നൽകിയിട്ടുണ്ട്. ഞാൻ സമയം പാലിക്കുന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണെന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകത്തില്ല. സമയം കുറയ്ക്കത്തുമില്ല. കാരണം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് സുബോധത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണല്ലോ ആരാധിക്കുമ്പോൾ സഹോദരിമാരുടെ തലയിൽ നിന്ന് ഈ സ്കാഫ്
മൂടുപടം മാറുമ്പോൾ പിടിച്ചിടുന്നത് എന്തുകൊണ്ടാണ്? സുബോധമുള്ളതുകൊണ്ടാണ്. എൻ്റെ മേലും പകരപ്പെട്ടത് സുബോധത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ തന്ന സമയത്തിനുള്ളിൽ തന്നെ ശുശ്രൂഷ അവസാനിപ്പിച്ചിരിക്കുന്നതായിരിക്കും. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു MA വർഗീസ് എന്ന്. MA വർഗീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ മുമ്പിൽ വരുന്ന ചിത്രം ആരുടേതാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ ഇന്നു മുതൽ മനസ്സിലാക്കുക, ഇങ്ങനെയും ഒരു MA വർഗീസ് ഉണ്ടെന്നുള്ളത്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവല്ലയാണ്, നരണമാണ്. തോമാസ് ലീഗ പണിതെന്ന് പറയപ്പെടുന്ന, പണിതോ ഇല്ല എന്നുള്ള വേറെ കാര്യം, പണിതെന്ന് പറയപ്പെടുന്ന 7 പള്ളികളിൽ ഒരു പള്ളിയായ നരണം പള്ളിയിലെ അംഗമായിരുന്നു. ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. അവിടെ നിന്ന് 1969 രക്ഷിക്കപ്പെട്ടു. 69 ഡിസംബറിൽ സ്നാനപ്പെട്ടു. 72 മെയ് മാസം 16-ാം തീയതി എന്നെ ദൈവം കൃപാവരങ്ങളോടുകൂടി അഭിഷേകം ചെയ്തു. 73 മുതൽ ഞാനൊരു സഭാ ശുശ്രൂഷകനായി. അന്ന് മുതൽ ആരംഭിച്ച ശുശ്രൂഷയാണ് ഇന്ന് വരെ കൊണ്ട് നടക്കാൻ ദൈവം സഹായിച്ചത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 10 മക്കളാണ്. ഇന്ത്യ ഗവൺമെൻറ് പറയും ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. എന്താ ആരും ഒന്നും മിണ്ടാത്ത? ഞാൻ പറയും വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം. മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കും 10 മക്കളിൽ 8 പേര് പാസ്റ്റർമാരാണ്. 8 പാസ്റ്റർമാരെയാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ കുടുംബം. ഇന്ന് ഓരോ കുടുംബത്തിൽ ഒന്നേ നിൽക്കുക. പിന്നെ കൂടിപ്പോയ 2 ആയിക്കോട്ടെ. പക്ഷെ അത് കർത്താവിന് വേണ്ടി കിട്ടുമോ? അതുമില്ല. മക്കളെ പഠിപ്പിക്കരുതെന്നല്ല പറഞ്ഞത്, പഠിപ്പിക്കണം. പക്ഷേ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കാൻ കൊള്ളാകുന്ന തലമുറയായി ദൈവം നമുക്ക് നൽകുന്ന തലമുറ തീരട്ടെ. സ്തോത്രം. ഞാൻ വിവാഹിതൻ. ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനം നൽകി. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്തയാളിൻ്റെ ഹസ്ബൻഡ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓർഡൈൻഡ് പാസ്റ്ററാണ്. രണ്ടാമത്തെ ആളിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ PMG പ്രസ്ഥാനത്തിൻ്റെ പാസ്റ്ററാണ്. മൂന്നാമത്തെ ആളിൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററായില്ല, പക്ഷേ യൂത്ത് കോർഡിനേറ്ററാണ്. താമസമില്ല, പാസ്റ്ററാകും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. നിങ്ങളുടെ ഈ ഏരിയയിലുള്ള കാട്ടാക്കട പാസ്റ്റർ PK യേശുദാസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. എൻ്റെ സ്റ്റുഡൻ്റാണ് PK യേശുദാസ് പാസ്റ്റർ. ദീർഘവർഷങ്ങൾ അധ്യാപകനായി സേവനമനുഷ്ഠിക്കാൻ ദൈവം എളിയവന് ഭാഗ്യം തന്നു. റിട്ടയർ ചെയ്തിട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഞാൻ ഒടുവിൽ പഠിപ്പിച്ചത് തിരുവനന്തപുരത്ത് SMV ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രായം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയാൽ മതി എനിക്കെന്തോ പ്രായമുണ്ടെന്നുള്ളത്. ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. യു ലൈക്ക് മോസ്റ്റ് മൈ സബ്ജക്റ്റ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ഏതാ ഇഷ്ടമുള്ള? മാത്തമാറ്റിക്സ്, കണക്ക്. ഉണ്ടോ? ദീർഘവർഷങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ ദൈവം എളിയവനെ സഹായിച്ചു. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.
ഒരൊറ്റ പൈസ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച വ്യക്തിയാണ് ഞാൻ. സ്വോത്രമൊന്നുമില്ലല്ലോ. സ്ത്രീധനം ചോദിച്ചു വന്നവർക്ക് ഞങ്ങളുടെ മക്കളെ കൊടുത്തില്ല. ഇന്ന് സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. സ്തോത്രം. ഓരോ പുരുഷന്മാർക്ക് ഞാനൊക്കെ വിവാഹ ശുശ്രൂഷയെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ഒരു വിവാഹ ശുശ്രൂഷ നടത്തി ഞാൻ. അപ്പോൾ ഇനി ഈ 28-ാം തീയതി വേറൊരു വിവാഹ ശുശ്രൂഷയുണ്ട്. വിവാഹ ശുശ്രൂഷയിലൊക്കെ ഞാൻ പറയാറുണ്ട്, സ്ത്രീധനം വാങ്ങിയേക്കരുത്. ചില പുരുഷന്മാരും അവരുടെ വീട്ടുകാരും ഒക്കെ ചോദിക്കുന്നത്, എടി നിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നടിയെന്ന്, നിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നെന്ന്. ഞാനിവരോട് ചോദിക്കും, എടാ നാണം കേടാ, അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിന്നാനിരിക്കുക ഇവൻ. അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിന്നാനിരിക്കുക, നിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നെന്ന്. സ്ത്രീധനം ചോദിച്ചേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിടുക, വിവാഹ ശുശ്രൂഷയല്ലല്ലോ. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം. മത്തായി 28-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. 2-ാം വാക്യം. മതി. യേശുവിൻ്റെ കല്ലറവാതിക്കൽ ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുക. അതിരാവിലെ സഹോദരിമാര് യേശുവിൻ്റെ ശരീരത്തിലിടേണ്ടതിന് സുഗന്ധവർഗം സ്വരൂപിച്ച് അവർ കല്ലറയ്ക്കിലേക്ക് ഓടുകയ. അവരുടെ മുൻപില് ഒരു തടസ്സം. എന്നതാ? ഒരു വലിയ കല്ല്. ആ കല്ലിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, ആ കല്ലിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കല്ലിൻ്റെ അളവ്, സൈസ് ഒന്ന് വായിക്കാമോ? അവർ നോക്കിയാറേ ആ സൈസാ പറഞ്ഞിരിക്കുന്ന അളവ്. അത് ഏറ്റവും വലുത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കല്ലാണ് യേശുവിൻ്റെ കല്ലറ വാതിക്കൽ ഉരുട്ടി വെച്ച് കല്ലറയെ അടച്ചത്. പക്ഷെ എത്ര വലിയ കല്ലുരുട്ടി വെച്ചടച്ചാലും അതിനെ ഉരുട്ടി മാറ്റാൻ കഴിവുള്ളവനാ നമ്മുടെ കർത്താവെങ്കിൽ, നിന്റെ മുമ്പിൽ ശത്രു ഉരുട്ടി വെച്ച എത്ര വലിയ തടസ്സത്തെയും ഉരുട്ടി മാറ്റാൻ നമ്മുടെ ദൈവം മതിയായവനാ. ജീസസ്. ഇനിയുള്ള എൻ്റെ മുൻപിലുള്ള സമയങ്ങൾ ദ ഫാദർ ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് പില്ലേഴ്സ് എന്ന അപരനാമം വേദപണ്ഡിതാക്കൾ വിളിക്കുന്ന പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്ന 5 കല്ലുകൾ. പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവന് ഫേസ് ചെയ്യേണ്ടി വന്നതായ 5 സ്റ്റോൺസ്, 5 കല്ലുകൾ. അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്ന 5 കല്ലുകൾ. 5 കല്ലുകൾ. ഒന്നാമത്തെ കല്ല് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യം. ആ ആ ആ
മതി. അവൻ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒന്നാമത് അഭിമുഖീകരിക്കേണ്ടി വന്ന കല്ല് ആ സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ദ സ്റ്റോൺ ഓഫ് ലൂസ്, ലൂസിലെ കല്ല്. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ാം വാക്യം. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്ന് പ്രയാണം ചെയ്ത് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹാരാനിൽ എത്തി. ഹാരാനിൽ ഒരു പട്ടണത്തിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ആ സ്ഥലത്തിന്റെ പേരാണ് ലൂസ്. താഴോട്ട് നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും, ലൂസ്. അവിടെ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മുടെ യാത്രയിൽ സൂര്യൻ ഉദിച്ച് പ്രകാശിച്ച് നിൽക്കും എന്ന് ധരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളുണ്ട്. ഈ യാക്കോബിന്റെ ചരിത്രം പഠിച്ചാൽ 28-ാമത്തെ അധ്യായത്തിൽ അസ്തമിച്ച സൂര്യൻ പിന്നെ അവന്റെ ജീവിതത്തിൽ ഉദിക്കുന്നത് നീണ്ട 20 വർഷങ്ങൾ കഴിഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ പെനിയേൽ കടന്നപ്പോൾ, അതായത് 32-ാം അധ്യായത്തിൽ പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ 4 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ നീണ്ട 20 വർഷങ്ങൾ. 20 വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിന്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ പിന്നെ ഉദിക്കുന്നത് അവൻ പെനിയേൽ കടക്കുമ്പോഴാ. അവന്റെ ജീവിതത്തിലുള്ള സകലത്തെയും അവൻ അക്കരെ കടത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഏകനായി മല്ല് പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ, അസ്തമിച്ച സൂര്യൻ താമസമിന ഉദിക്കും, 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 ഉദിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ പെനിയേൽ കടന്നപ്പോൾ ഉദിച്ചു. ഈ യാക്കോബ് ലൂസിൽ എത്തി, സൂര്യൻ അസ്തമിച്ചു. അവൻ പിന്നെ യാത്ര ചെയ്തില്ല. ആ പ്രദേശത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങി. അവിടെ ഉറങ്ങി എന്നൊക്കെ എഴുതിയിരിക്കുന്നെങ്കിലും എൻ്റെ ഭാവന ഞാൻ പറയാം, അവൻ ഉറങ്ങി കാണത്തില്ല. കാരണം കല്ല് തലയണയായി വെച്ച് എങ്ങനെ ഉറങ്ങാനാ? അവൻ്റെ കൈവശം ഒരു സഞ്ചിയില്ല, ഒരു പോക്കണമില്ല. ആട്ടുരോമം കൊണ്ടുള്ള ഒരു തുകല് അവന്റെ കൈവശം എടുക്കാനില്ല. അതുണ്ടായിരുന്നെങ്കിൽ അത് ചുരുട്ടി മടക്കി തലയണയായി വെക്കാമായിരുന്നു. ഒരു പൊക്കളം, ഒരു സഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ ആ സഞ്ചി എടുത്ത് അവന് തലയണയായി ഉപയോഗിക്കാമായിരുന്നു. ഇതൊന്നും അവന്റെ കൈവശമില്ല. നീണ്ട 20 വർഷങ്ങൾ കഴിഞ്ഞ് 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ദൈവസന്നിധിയിൽ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എന്നതാ സാക്ഷ്യം? ദൈവമേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും അടിയനാരാ? അപാത്രമത്രേ എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ്യതയുള്ളവനല്ലെന്ന്. എന്നിട്ട് അവൻ പറയുന്നു, ഒരു വടിയോട് കൂടെ അല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്.
20 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ഒരു വടി മാത്രമായിട്ട് അവൻ യാത്ര തിരിച്ചത്. അവന്റെ കൈവശം മറ്റൊന്നുമില്ല, വെറും ഒരു വടി മാത്രം. ആ വടി അവൻ മറന്നില്ല കേട്ടോ, ആ വടി അവൻ മറന്നില്ല. ആമീൻ, സ്തോത്രം. അവന്റെ ജീവിതത്തെ ആകമാനം മാറ്റി മറിച്ചതിന് സാക്ഷ്യം വഹിച്ച വടി അവൻ മറന്നില്ല. അവന്റെ മരണസമയത്തും എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ്, മരണം വരെ അവൻ കൊണ്ട് നടന്ന ഒരു സാധനമാ അവന്റെ വടിയ്. സ്വത്രം. ആ വടിക്ക് യാക്കോബിന്റെ ജീവിത ചരിത്രം സാക്ഷ്യം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനത് വിടുകയാണ്. കൈവശം ഒരു വടിയല്ലാതെ മറ്റൊന്നുമില്ലാതെ യാത്ര തിരിച്ച യാക്കോബ് ലൂസിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. തലയണയായി വെക്കാൻ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് ആ പ്രദേശത്തെ കല്ലുകളിൽ ഒന്നെടുത്തവൻ തലയണയായി വെച്ച് അവിടെ കിടന്നു. ദൈവം യാക്കോബിനോട് പിൽക്കാലത്ത് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഓലി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് ഞാൻ നിന്നെ ചുറ്റി പരിപാലിച്ചു. ഓലി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത്, ശ്രദ്ധിക്കണം, ലൂസിൽ ഒരുവൻ കിടക്കുകയാ. അവന്റെ കൂടെ കിടക്കാൻ മറ്റൊരു വ്യക്തിയില്ല, അവനോട് കുശലം പറയാൻ വേറൊരു വ്യക്തിയില്ല, അവനെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു വ്യക്തിയില്ല. ഏകനായി ആ ലൂസിൽ കല്ലെടുത്ത് തലയണായി വെച്ച് അവിടെ കിടന്നുറങ്ങുമ്പോൾ ദുഷ്ടമൃഗങ്ങൾ ഓലിയിട്ട് ചുറ്റി നടക്കുകയാ. സ്തോത്രം. എന്നാൽ അതിന്റെ നടുവിൽ വലിയവനായ ദൈവം യാക്കോബിനെ പരിപാലിച്ചെങ്കിൽ നിന്നെ തകർക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ശത്രു ചുറ്റിക്കറങ്ങി നടന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പൈതലേ, നിന്നെ സൂക്ഷിച്ച ദൈവം ഉണ്ട്. ആമേൻ. യാക്കോബിന്റെ ജീവിതത്തിൽ ഒന്നാമതായി അവൻ അഭിമുഖീകരിച്ച കല്ല് ദ സ്റ്റോൺ ഓഫ് ലൂസ്. ലൂസിലെ കല്ല്. ഞാൻ വേഗം മുൻപോട്ട് പോകാം. രണ്ടാമത് യാക്കോബ് അഭിമുഖീകരിച്ച കല്ല്. 29-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 10-ാം വാക്യം. കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി. മതി. യാക്കോബ് അഭിമുഖീകരിച്ച രണ്ടാമത്തെ കല്ല് ഏത് സ്ഥലത്തെ കല്ലാണെന്ന് ആ സ്ഥലത്തിന്റെ പേര് 1-ാം വാക്യത്തിലുണ്ട്. 1-ാം വാക്യം വായിച്ചേ. മതി. ദ സ്റ്റോൺ ഓഫ് ഈസ്റ്റേൺ പ്ലേസ്. കിഴക്കരുടെ ദേശം. കിഴക്കരുടെ ദേശത്തെ കല്ല്. യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവിടെ എത്തിയപ്പോൾ മതി ഞാൻ പറഞ്ഞു വിടാം, സമയമില്ലല്ലോ. കുറെ ഇടയന്മാരവിടെ ഒരു കിണറ്റിന്റെ കരയ്ക്ക് ആടുകളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. യാക്കോബ് നോക്കി, കിണറ്റിന്റെ വായ്ക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കുക. ഇവർ ഈ കല്ലുരുട്ടി മാറ്റുന്നില്ല, ആടുകൾക്ക് വെള്ളവും കൊടുക്കുന്നില്ല. ഇവർ വന്നിരിക്കുക. യാക്കോബ് ഇവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കാൻ കാര്യം?
കാരണം യാക്കോബ് ഒരു ഇടയനായിരുന്നു അല്ലേ? ആടുകളെ മേയിച്ച് നടന്ന ഒരു ഇടയനാണ് യാക്കോബ്. ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് യാക്കോബിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഇവരെ നോക്കിയിട്ട് യാക്കോബ് പറയുക, പകലിന് ഇനിയും സമയം ഉണ്ടല്ലോ, നിങ്ങൾ വേഗം ആടുകളെ വെള്ളം കുടിപ്പിച്ച് കൊണ്ടുപോയി തീറ്റുവീൻ. യാക്കോബ് പറയുന്ന പദപ്രയോഗം ശ്രദ്ധിക്കണം എല്ലാവരും. പകലിന് ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പകല് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവന ഏകദേശം ഉച്ചയായപ്പോ യുവമാർ വന്ന് ഇവിടെ ഇരിക്കുക. ഉച്ച വരെ ആടുകളെ തീറ്റിപ്പിച്ചിട്ട് ഉച്ചയായപ്പം കിണറ്റിന്റെ അരികെ വന്നിരിക്കുക. ഉടനെ ഇവര് കൊടുത്ത മറുപടി നമുക്കറിയാം, നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അവർ പറയുക, ഞങ്ങൾക്ക് ഈ കല്ലുരുട്ടി മാറ്റാൻ വഹിയ, ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല, എല്ലാ ഇടയന്മാരും വന്ന് ചേരുവോളം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, എല്ലാവരും വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഈ കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് കല്ല് തിരികെ ഉരുട്ടി ഈ കിണറിന്റെ വായടച്ച് ഞങ്ങൾ ആടുകളുമായി വീടുകളിൽ പോകും. ഇതാ ഇവർ പറയുന്ന മറുപടി. യാക്കോബ് പറഞ്ഞെന്തുവാ? പകലിന് ഇനിയും സമയമുണ്ടല്ലോ. അപ്പൊ എൻ്റെ ചിന്ത, കുറെ മെനക്കേടിടയന്മാർ, പാസ്റ്റർമാരൊക്കെ ക്ഷമിക്കണേ, ചിലരുണ്ട് ഈ ആടുകളെ തീറ്റിപ്പിക്കുന്നത് കുറച്ച് ഉച്ചവരെ തീറ്റിപ്പിക്കും, പിന്നെ ഒന്നും കൊടുക്കത്തില്ല, വന്ന് ഇവിടെ കുത്തിയിരിക്കുക. ഇവരെ കൊണ്ട് കല്ലുരുട്ടി മാറ്റാൻ നോക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും വന്ന ശേഷം ഒരുമിച്ച് വേണം കല്ലുരുട്ടി മാറ്റാൻ. കുറെ മെനക്കേടിടയന്മാര്. യാക്കോബിന് ഇവരെ കണ്ടിട്ട് സഹിച്ചില്ല. സ്തോത്രം, സ്തോത്രം. എൻ്റെ സെന്ററിലെ ശുശ്രൂഷകന്മാരുടെ ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ, എൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ആരും പിണങ്ങേണ്ട കാര്യമില്ലല്ലോ. മീറ്റിംഗ് വെച്ചു. ഞാൻ പറഞ്ഞു പ്രവർത്തിക്കണം, കാരണം ഞാൻ ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരി സഭകൾ സ്ഥാപിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഒത്തിരി പേരെ ഈ കൈകൾ കൊണ്ട് സ്നാനപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിലും 3 പേരെ സ്നാനപ്പെടുത്തി. ഉപവാസം തുടങ്ങുന്ന ആ ആഴ്ചയിലും ഒരാളെ സ്നാനപ്പെടുത്തി. ഒത്തിരി പേരെ ഇങ്ങനെ ഈ കൈകൾ കൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മാക്കളെ നേടാത്തവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. ഞാൻ എൻ്റെ കീഴിലുള്ള ശുശ്രൂഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കണം, ദൈവദാസന്മാരെ വിസിറ്റ് ചെയ്യണം, വീടുകളൊക്കെ വിസിറ്റ് ചെയ്യണം, ആത്മാക്കളെ നേടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ പറയുക, പാസ്റ്റർക്ക് കാറുണ്ട്, ഞങ്ങൾക്ക് ഓരോ ബൈക്ക് മേടിച്ചതാ, ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാം. അപ്പം അത് കേട്ടോണ്ടിരുന്ന വേറൊരു ദൈവദാസൻ ഇദ്ദേഹത്തോട് പറയുക, പാസ്റ്റർക്ക് കാർ ഇപ്പോഴാണ് കിട്ടിയത്, ബസ്സിൽ പാസ്റ്ററും ഭാര്യയും മകളും കൂടെ യാത്ര ചെയ്ത് ബസ്സിലിറങ്ങി ബസ് പോകാത്ത ഏരിയയിൽ 8 കിലോമീറ്റർ നടന്ന് ഇവർ 3 പേരും കൂടെ നടന്നു പോയാണ് അവിടെ വേല ചെയ്ത് നമുക്കിപ്പോൾ ഒരു സഭയുണ്ടായത്. 8 കിലോമീറ്റർ നടന്ന്. ഇപ്പോഴാ കാറും സ്കൂട്ടറും ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞു, പാസ്റ്ററെ ബൈക്ക് മേടിച്ചു കൊടുത്താൽ യുവമാരൊക്കെ ചെത്തി നടക്കുമെന്ന്. അല്ലാതെ പ്രവർത്തിക്കാനൊന്നുമല്ല. പ്രവർത്തിക്കാത്ത അധ്വാനിക്കാത്ത ഇടയന്മാർ. അത് കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വേല കൊയ്ത്ത് അധികം, വേലക്കാരോ ചുരുക്കം. വേല ചെയ്യുന്ന അധ്വാനിക്കുന്ന ഇടയന്മാരെ വേണം. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞാലത് വിടാം. ഈ ഇടയന്മാർ ആടിന് കൊടുക്കുന്ന തീറ്റ എത്രയാണെന്നറിയാം? കുറച്ച്. വൈകുന്നേരമാകാൻ ഇനിയും കിടക്കുക സമയം. യാക്കോബ് അത് പറയുന്നുണ്ട്, പകലിന് ഇനിയും സമയം ഉണ്ടല്ലോ, നിങ്ങൾ വേഗം വെള്ളം കുടിപ്പിച്ചിട്ട് കൊണ്ടുപോയി പിന്നെയും തീറ്റിപ്പിക്കാൻ. ഇവർ കൊടുക്കുന്നില്ല, ഇവർ കുറച്ചാ കൊടുക്കുന്നേ. എന്ന് പറഞ്ഞാലേ ഉപദേശം പൂർണ്ണമായി കൊടുക്കത്തില്ലെന്ന്. യാക്കോബ് ഇങ്ങനെ ഇവരുമായിട്ട് ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പം
ഒരുത്തി ആടുകളുമായിട്ട് വരിക. യാക്കോബ് അവിടെ കൂടി ഇന്ന് ലേന്മാരോട് ചോദിച്ചു, അതാരാ വരുന്നേ? പറഞ്ഞു, ലാബാന്റെ മകൾ റാഹേലാണ്. ലാബാന്റെ മകൾ റാഹേലാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ യാക്കോബിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ചിന്തയുണ്ട്. അയ്യോ, ഞാൻ പോകാൻ ഇറങ്ങി തിരിച്ചത് ഈ ലാബാന്റെ വീട്ടിലേക്കാണ്, ഇവളുടെ വീട്ടിലേക്കാണ്. എൻ്റെ അമ്മ റബേക്ക എന്നോട് കൂടെ കൂടെ ഞങ്ങളോട് പറയാറുണ്ട്, മക്കളെ, എൻ്റെ സഹോദരനായ ലാബാന് ഒരു മകളുണ്ട്, അവളുടെ പേര് റാഹേൽ എന്ന. എത്ര സുന്ദരിയാണെന്നറിയാമോ? ഇല്ലേ സഹോദരന്മാരെ? നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു കയറുന്ന സഹോദരിമാര് അവരുടെ വീട്ടുകാരെ കുറിച്ച് പറയുന്ന പൊങ്ങച്ചം ഒന്ന് കേൾക്കണം, അല്ലേ? കേട്ടവരല്ലേ നമ്മളൊക്കെ? എത്ര നാക്കാന്നറിയാം അവർക്കത് പറയാൻ. ക്ഷമിക്കണേ. അവരുടെ വീട്ടുകാരെ കുറിച്ച്, അവരുടെ സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച്, അവരുടെ മക്കളെ കുറിച്ച് ഒക്കെ പറയാൻ 100 നാക്ക. ഈ റെബേക്കയും ഇത് തന്നെ യാക്കോബിന് പറഞ്ഞു കൊടുത്തത്. ഇവൻ ഓർത്തു, എന്റെ അമ്മ എന്നോട് പറഞ്ഞ അവളുടെ സഹോദരൻ ലാബാന്റെ മകൾ റാഹേൽ ഇവന്റെ കണ്ണിന്റെ മുമ്പിൽ. ഇനിയും ശ്രദ്ധിക്കണം, ഒരു ദൂത് ഞാൻ പറയാൻ പോവുക. റാഹേലാണ് വരുന്നത് എന്ന് കണ്ടു. യാക്കോബ് തിരിച്ചറിഞ്ഞു, എനിക്ക് ലഭിക്കാനുള്ള നന്മയാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നത്. ആണല്ലോ, ഇല്ലേ? യാക്കോബിന് ലഭിക്കാനുള്ള നന്മയാത്. അവൻ്റെ വീട്ടിൽ നിന്നേ അമ്മയപ്പന്മാർ പറഞ്ഞാ വിട്ടത്, എടാ നീ കന്യകയെ എടുക്കുന്നെങ്കിൽ ലാബാന്റെ വീട്ടിൽ ചെന്ന് അവനിൽ നിന്ന് മക്കളെ വേണം എടുക്കാൻ എന്ന് പറഞ്ഞാ വിട്ടത്. അപ്പൊ മകളായ റാഹേൽ വരുന്നത് കണ്ടപ്പോ യാക്കോബിന്റെ മനസ്സിൽ വന്ന ചിന്ത, എനിക്ക് ലഭിക്കാനുള്ള നന്മയായി കണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ യാക്കോബ്, ശ്രദ്ധിക്കണം, ഓരൊറ്റ മെനക്കേട് ഇടയന്മാരെ കൂട്ടുപിടിച്ചില്ല. വാടേ, നമുക്ക് ഒരുമിച്ച് ഈ കല്ലുരുട്ടി മാറ്റാം എന്ന് പറഞ്ഞ് ഓരൊറ്റ എണ്ണത്തെ കൂട്ടുപിടിച്ചോ? ഇല്ല. അവിടെ വായിക്കുന്നത്, യാക്കോബ് ചെന്ന് ഒറ്റയ്ക്ക് അവൻ ആ കല്ലുരുട്ടി മാറ്റി. സ്വതന്ത്രം. നമുക്ക് യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ, നീ എന്നാ മറ്റുള്ളവരെ കൂടെ കൂട്ടുപിടിക്കാത്തത്, ഒറ്റയ്ക്കുരുട്ടി മാറ്റിയത്? സ്തോത്രം. യാക്കോബ് പറയും, യുവമാരും മെനക്കേടുകാരാ, ഇവരെയൊക്കെ കൂട്ടുപിടിച്ചാലേ ഇന്നൊന്നും പോക്ക് നടക്കത്തില്ല. എനിക്ക് എത്രയും വേഗം ഈ വരുന്ന റാഹേലിന്റെ ആടുകളെ വെള്ളം കുടിപ്പിച്ചിട്ട് എത്രയും വേഗം എനിക്ക് അവളുടെ വീട് പറ്റണം, എത്രയും വേഗം വീട് പറ്റണം. എല്ലാ ഇടയന്മാരെയും കൂട്ടുപിടിച്ചാൽ അവരുടെ ആടുകൾക്കും വെള്ളം കുടിപ്പിച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കൂ. അത് മനസ്സിലാക്കിയ യാക്കോബ് ഒറ്റയ്ക്ക് ചെന്ന് ആരെയും കൂട്ടുപിടിക്കാതെ ആ കല്ലുരുട്ടി മാറ്റി റാഹേലിന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. അവൻ വേഗം റാഹേലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ വീട് പറ്റി. സ്തോത്രം. ഒരു ദൂത് ഞാൻ പറയാൻ പോവുക. നിനക്ക് ലഭിക്കാനുള്ള നന്മ ഈ 2022 നിനക്കിന്ന നന്മ ലഭിക്കും, നിന്റെ കുടുംബത്തിന് ഇന്നത് ലഭിക്കും, നിന്റെ തലമുറയ്ക്ക് ഇന്ന നന്മ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2022 തീരാൻ ഡിസംബർ 31 വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല. ഇന്ന് രാത്രി, ഇന്ന് ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ ലഭിച്ചാൽ എത്ര നല്ലതാ. സ്വതന്ത്രം. നമുക്കത് അവകാശമാക്കാം. യാക്കോബ് മറ്റാരെയും കൂട്ടുപിടിച്ചില്ല. അവൻ ഒറ്റയ്ക്ക് അത് ഉരുട്ടി മാറ്റി. ഒറ്റയ്ക്ക് റാഹേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കല്ല് യാക്കോബ് തന്നെ ചെന്ന് ഉരുട്ടി മാറ്റി. സ്വയം ഉരുട്ടി മാറ്റി തനിക്ക് ലഭിക്കാനുള്ള നന്മ എത്രയും വേഗം പ്രാപിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ മുൻപിൽ തടസ്സമായി നിന്ന കല്ലിനെ യാക്കോബ് ഉരുട്ടി മാറ്റിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുൻപിൽ നമ്മുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നന്മയെ തടഞ്ഞുകൊണ്ട്
ആമീൻ, അതിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ, ഈ 22 ലഭിക്കേണ്ടതിനെ 23 കൊണ്ടുപോകാൻ ആമീൻ പോരാടി നിൽക്കുന്ന ശത്രുവിന്റെ പോരുകൾ ഇന്ന് രാത്രി നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അഭിമുഖീകരിച്ച ഒന്നാമത്തെ കല്ല് ലൂസിലെ കല്ല്, ദ സ്റ്റോൺ ഓഫ് ലൂസ്. രണ്ടാമത്തെ കല്ല് കിഴക്കരുടെ ദേശത്തെ കല്ല്, ദ സ്റ്റോൺ ഓഫ് ഈസ്റ്റേൺ പ്ലേസ്. മൂന്നാമത്തെ കല്ല് 31 അധ്യായം 45 വാക്യം. 31 ഒരു കല്ലെടുത്ത് അവൻ തൂണായി നിർത്തി. ആ കല്ല് എവിടുത്തെയെന്നറിയാം? ഗിലയാദിലെ കല്ല്, ദ സ്റ്റോൺ ഓഫ് ഗിലയാദ്. ഗിലയാദിലെ കല്ല്. 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ ചെലവഴിച്ച യാക്കോബ് ഒരു സുപ്രഭാതത്തിൽ ലാബാന്റെ വീട് വിട്ട് അവൻ ഇറങ്ങി. തൻ്റെ ഭാര്യമാര്, മക്കള്, ദാസിദാസന്മാര്, മൃഗസമ്പത്ത് ഇതെല്ലാമായിട്ട് യാക്കോബ് വീട് വിട്ടിറങ്ങി മടങ്ങിപ്പോവുകയാണ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്. 10 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗിലയാദ് മലഞ്ചരിവിലെത്തി. യാത്രയിൽ രാത്രിയുടെ യാമങ്ങളിൽ യാത്രയില്ല. അവർ കൂടാരമടിച്ച് നേരം പ്രഭാതത്തിങ്കൽ മാത്രമാണ് വീണ്ടും യാത്ര. അങ്ങനെ 10ാമത്തെ രാത്രി ഇവർ ഗിലയാദ് മലഞ്ചരിവിലെത്തി. യാക്കോബ് യാത്ര അവസാനിപ്പിച്ചു, അവിടെ കൂടാരമടിച്ച് കിടക്ക. ഇനി അടുത്ത ദിവസം നേരം വെളുത്തിട്ട് വേണം അടുത്ത യാത്ര ആരംഭിക്കാൻ. അങ്ങനെ കിടക്കുമ്പോൾ യാക്കോബ് വീട് വിട്ടിറങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ അറിവ് കിട്ടി. ലാബാൻ എന്തെന്നറിയാമോ? തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് യാക്കോബിന്റെ പിന്നാലെ പാഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഗിലയാദ് മലഞ്ചരിവിൽ ലാബാനും എത്തി. രാത്രിയായി. അവിടുത്തെ മറ്റൊരു മലഞ്ചരിവിൽ ലാബാനും കൂടാരമടിച്ച് അവിടെ കിടക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലാബാൻ തൻ്റെ സഹോദരന്മാരുമായിട്ട് വന്ന് അങ്ങേ മലഞ്ചരിവിൽ കൂടാരമടിച്ച് പാളയമടിച്ച് കിടക്കുന്ന ആൾക്കാരെ നോക്കിയേച്ച് സഹോദരന്മാരോട് പറഞ്ഞു, ദേണ്ടേ നോക്കിക്കേ, ആ കിടക്കുന്ന ആരാന്ന് മനസ്സിലായോ? അതെ, യാക്കോബും കൂട്ടരുമാ, ആടുകളും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? യാക്കോബ് കൂട്ടരാ. എവിടെ പോകാനാ? ഇറങ്ങി തിരിച്ചു പോയതാ. എവിടെ പോകാനാ? ഞങ്ങളെയൊക്കെ വിട്ടേച്ച് ഇറങ്ങി തിരിച്ചതാ പെന്തക്കോസ്തെന്ന് പറഞ്ഞുകൊണ്ട്. എവിടെ പോകാനാ? നാളെ നേരം വെളുക്കുമ്പം ഈ യാക്കോബും അവനുള്ള സകലത്തും നമ്മുടെ കൈവശമാകും എന്ന് വ്യാമോഹിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ലാബാൻ തന്റെ കൂടാരത്തിൽ ഉറങ്ങുവാൻ കടന്നുപോയി. പക്ഷേ യാക്കോബിന്റെ ദൈവം പ്രതികരിക്കാൻ അവൻ താമസിച്ചില്ല. അന്ന് രാത്രി ദൈവം തമ്പുരാൻ ലാബാന്റെ കൂടാരത്തിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമൈതലേ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി പ്രതികരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങുകയാ. ആമേൻ. സ്തോത്രം. നാളത്തേക്ക് ദൈവം അത് മാറ്റിവെച്ചില്ല. മനസ്സിലാക്കണേ, നാളത്തേക്ക് മാറ്റിവെച്ചാൽ യാക്കോബും കൂട്ടരും ലാബാന്റെ കസ്റ്റഡിയിലാകും. അത് മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ രാത്രി ലാബാന്റെ കൂടാരത്തിൽ ഇറങ്ങിച്ചെന്ന് ലാബാന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, ലാബാനേ, എന്റെ ദാസനായ യാക്കോബിന്റെ നേർക്ക് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോണം.
ആമേൻ. ദൈവം പ്രവർത്തിച്ചാൽ ഇങ്ങനെയാ കേട്ടോ. ദൈവം ഇറങ്ങിയാൽ ഇങ്ങനെയാ. ശ്രദ്ധിക്കണേ, ഈ കല്ലുരുട്ടി മാറ്റാൻ ദൈവം ഒരു ദൂതനെയാ ഇറക്കിയത്. ആണോ? കല്ലുരുട്ടി മാറ്റാൻ, കല്ലറയ്ക്കലെ കല്ലുരുട്ടി മാറ്റാൻ ദൈവത്തിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നെന്ന ഒരു ദൂതൻ. എന്നാൽ യാക്കോബിന് വേണ്ടി ലാബാനോട് സംസാരിപ്പാൻ ദൈവം ദൂതനെ അല്ല ഇറക്കിയത്, ദൈവം നേരിട്ടിറങ്ങി. ദൈവം നിനക്ക് വേണ്ടി നേരിട്ടിറങ്ങുന്ന അനുഭവമുണ്ട്. ദൂതനെ അയക്കുകയല്ല, ദൈവം നേരിട്ടിറങ്ങും. ആമേൻ. ദൈവം നേരിട്ടിറങ്ങിയത് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ലാബാനോട് പറയാ, ലാബാനെ, എൻ്റെ ദാസനായ യാക്കോബിൻ്റെ നേർക്ക് നീ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരു വാക്ക് ഉച്ചരിപ്പാൻ സൂക്ഷിച്ചോണം. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. പിറ്റേ ദിവസം നേരം വെളുത്തു. യാക്കോബ് ഇതൊന്നും അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ദൈവം ലാബാന്റെ കൂടാരത്തിൽ ഇറങ്ങിച്ചെന്നത് യാക്കോബ് അറിഞ്ഞോ? ഇല്ല. ഒരു ദൂത് ഞാൻ പറയാൻ പോവുക. നമ്മൾ അറിയാതിരിക്കുമ്പം എത്ര വട്ടമാ, എത്ര പ്രാവശ്യമാ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചത്. അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്. ദൈവത്തിന്റെ പൈതല്, നീ അറിയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സൂക്ഷിച്ച എത്ര സംഭവങ്ങൾ. യാക്കോബ് അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ തൻ്റെ കൂടാരവാതുക്കൽ ഒരു മുട്ട് കേട്ടു. യാക്കോബ് കൂടാരത്തിനകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു, ആരാത്? ഉടനെ പുറത്ത് ആരാന്നറിയോ? ലാബാൻ. അവൻ നേരം വെളുത്തപ്പോൾ വന്ന് യാക്കോബിന്റെ കൂടാരത്തിൽ വന്നിരിക്കുക. അവനോട് പറയാ, മോനേടാ, ഇത് ഞാനേടാ. ലാബാന്റെ ശബ്ദം യാക്കോബ് തിരിച്ചറിഞ്ഞു. ലാബാൻ എന്തിനാ ലാബാൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന് യാക്കോബിന് നല്ലവണ്ണം അറിയാം, അല്ലേ? നന്മ പ്രതീക്ഷിച്ചാണോ, നന്മ തരാമെന്ന് പറഞ്ഞാണോ ലാബാൻ വന്നിരിക്കുന്നത്? ഇവന് ലഭിക്കേണ്ട പ്രതിഫലം 10 പ്രാവശ്യം തടുത്തു കളഞ്ഞവനാ ലാബാൻ. അവൻ ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് യാക്കോബിന് നല്ലവണ്ണം അറിയാം, ഇല്ലേ? യാക്കോബിന്റെ മുട്ടാടാൻ തുടങ്ങി. ലാബാന്റെ പുറപ്പാട് എന്തിനാ? അവൻ തന്നെ വാതിക്കൽ വന്ന് നിൽക്കുക. പേടിച്ച് യാക്കോബ് ചെന്ന് കൂടാരത്തിന്റെ വാതിൽ തുറന്നപ്പോ ദണ്ടണ ലാബാൻ യാക്കോബിനെ കണ്ട മാത്രയിൽ കേട്ടോ കെട്ടിപ്പിടിച്ചൊരു സ്നേഹ ചുംബനം. യാക്കോബ് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുക, അന്തം വിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ റാഗേലുമായി ആടുകളുമായി ലാബാന്റെ വീട്ടിലോട്ട് കയറി ചെന്ന ഒരു ദിവസമുണ്ട്. അന്നെന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന് വീട്ടിൽ കയറ്റിയതാ. അതിൽ പിന്നെ ഇതുവരെ സ്വോത്രം ഈ അമ്മായിയപ്പൻ ഇവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടില്ല. ഇപ്പൊ കെട്ടിപ്പിടിച്ച് സ്നേഹ ചുംബനം. യാക്കോബ് ഇങ്ങനെ അന്താളിച്ച് ഇവന്റെ മുഖത്തേക്ക് നോക്കുക. എൻ്റെ ഭാവനയാ, ഈ യാക്കോബ് ലാബാനോട് ചോദിച്ചു കാണും, പപ്പ എന്നോ അല്ലെ മാമാന്നോ എന്തോ പേരെ വിളിച്ചിട്ടിങ്ങനെ പറയുക, എന്നാ പറ്റി? ഒരു വലിയ വ്യത്യാസം. ഇതുവരെ എന്നോട് കാണിക്കാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ച് എനിക്കൊരു സ്നേഹ ചുംബനമൊക്കെ തന്ന് നിൽക്കുന്നത്, എന്നാ പറ്റി പപ്പ? ലാബാൻ മറുപടി പറഞ്ഞ എന്താണെന്നറിയാം? എൻ്റെ പൊന്നുമോനെ, ഒന്നും പറ്റാനില്ല, ഒന്നേ പറ്റിയുള്ളൂ. ഇന്നലെ രാത്രി
നിന്റെ ദൈവം. ലാഭം പറയുന്ന പദപ്രയോഗം ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രിയോ നിന്റെ ദൈവം എന്റെ കൂടാരത്തിൽ വന്നു. ദൈവ പൈതലേ, നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് വരുന്ന വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ. ആമേൻ, ആമേൻ, ആമേൻ. ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തിയായി ഇടപെടുകയാകട്ടോ. സ്തോത്രം. നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് കടന്നു വന്ന ലാബാന്യ ശക്തി, അവൻ പറയുക, കഴിഞ്ഞ രാത്രി എൻ്റെ ജീവിതത്തിൽ ഈ രൂപാന്തരം വരാൻ കാരണം, വ്യത്യാസം വരാൻ കാരണം, കഴിഞ്ഞ രാത്രി നിന്റെ ദൈവം എൻ്റെ കൂടാരത്തിൽ വന്നു, എൻ്റെ കൂടാരത്തിൽ വന്നു, എൻ്റെ അടുക്കൽ വന്നു, എന്നോട് പറഞ്ഞു, നിനക്ക് നേരെ ഈ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബ് ലാബാനുമായി ഒരു കവനന്റിൽ ഏർപ്പെട്ടു, ഒരു ഉടമ്പടി. ആ ഉടമ്പടി ഇത്രയേ ഉള്ളൂ. യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് മിസ്പ അഥവാ കാവൽ മാടം, മിസ്പ എന്നർത്ഥമുള്ള കല്ല്. ലാബാൻ അതിന് ഗലേദ് എന്നും പേരിട്ടു. അത് വിശദീകരിക്കുന്നില്ല. എന്നിട്ട് യാക്കോബും ലാബാനും കൂടെ എടുത്ത ഉടമ്പടി ഇതാ. നിനക്കെതിരെ ദോഷം നിരൂപിച്ചുകൊണ്ട് ലാബാൻ പറയുക, ഞാൻ ഈ കല്ലിന് അപ്പുറത്തേക്ക് വരത്തില്ലെന്ന്. ഏത് കല്ല്? മിസ്പ എന്ന കല്ല്. എന്നതാ മിസ്പ എന്ന വാക്കിന്റെ അർത്ഥം? കാവൽ മാടം. ഇപ്പൊ അതാ ഇവിടെ നടക്കുന്നത്. 21 ദിവസത്തെ ഉപവാസം, കാവൽ മാടം. ദൈവം തന്നോട് സംസാരിച്ച ഇടത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നാട്ടി, എണ്ണയും പകർന്നു. അത് ബേഥേലിലേക്കല്ല. 20 വർഷങ്ങൾ കഴിഞ്ഞ് യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ബേഥേലിലെത്തി. ബേഥേലിൽ അതിൻ്റെ ആ പാരഗ്രാഫ് തുടങ്ങി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ബേഥേലിൽ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അവനെത്തി. അവിടെ വെച്ച് ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷനായി എന്ന. അവിടെ വെച്ച് ദൈവം തമ്പുരാൻ പറഞ്ഞു, യാക്കോബേ, ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അവൻ ആ സ്ഥലത്തെ കല്ലെടുത്ത് തൂണായി നിർത്തിയച്ച് അവൻ പറഞ്ഞു, ഇവിടം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. സോ ദാറ്റ് സ്റ്റോൺ ഈസ് സ്റ്റോൺ ഓഫ് ബേഥേൽ. അതെന്തിനെ കാണിക്കുക? ഈ കൽത്തൂൺ കാണുമ്പോൾ യാക്കോബ് അതുവഴി ഈ വല്ലം പോകുന്ന നേരത്ത് ഈ കൽത്തൂൺ കാണുമ്പോൾ അവൻ പെട്ടെന്ന് ഓർക്കും, ഇവിടെ വെച്ചാണ് ദൈവം എനിക്ക് വീണ്ടും പ്രത്യക്ഷനായി എന്റെ പേര് ഇസ്രായേൽ ആകും എന്നെനിക്ക് വാഗ്ദത്തം തന്നത്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ ലഭിച്ച പ്രത്യക്ഷത കൊണ്ട് നമ്മൾ സംതൃപ്തരാകരുത്. പിന്നെയും പിന്നെയും ദൈവിക പ്രത്യക്ഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതും പറഞ്ഞു വിടുക. 5-ാമത്തെ സമയം വളരെ പോകുന്നല്ലോ. 5-ാമത്തെ കല്ല്. അവിടെ എനിക്ക് അല്പസമയം നിൽക്കാൻ ആഗ്രഹമുണ്ട്. യാക്കോബ് അഭിമുഖീകരിച്ച 5-ാമത്തെ കല്ല്, 5th സ്റ്റോൺ. ഇതേ അധ്യായം തന്നെ, 35-ാം അധ്യായം തന്നെ, 20-ാമത്തെ വാക്യം. യാക്കോബിന്റെ ജീവിതത്തിൽ 5-ാമത് അവസാനമായിട്ടും അഭിമുഖീകരിച്ച കല്ല്
റാഖേലിൻ്റെ കല്ലറയ്ക്കലെ തൂൺ, കൽത്തൂൺ. അത് സ്ഥലവുമായി ബന്ധപ്പെടുത്തിയാൽ ദ സ്റ്റോൺ ഓഫ് സെൽസ എന്ന് പറയാം. അതായത് സെൽസഹിലിലെ കല്ല്. എടുക്കാം നമുക്കതിന് തെളിവ്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ശൗലിന്റെ തലയിൽ ഒഴിച്ചവനെ ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നിട്ട് അവനോട് പറയുക, അടുത്തത്, നീ നിന്നെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ 3 സ്ഥലത്തൂടെ നീ കടന്നു പോകും. 1, സെൽസഹിൽ, റാഖേലിന്റെ കല്ലറയ്ക്കരികെ എത്തും. അവിടെ വരുമ്പോ 3 പേര് നീ കാണും. മതി. സെൽസഹിൽ റാഖേലിന്റെ കല്ലറ. സെൽസഹിൽ റാഖേലിന്റെ കല്ലറ. അപ്പൊ ഈ കല്ലറയിലെ തൂണ് ദ സ്റ്റോൺ ഓഫ് സെൽസ, അല്ലെങ്കിൽ മലയാളത്തിൽ സെൽസഹിലിലെ കല്ല്. സെൽസഹിലിലെ കല്ല്. അവിടെ നിന്ന് അല്പം ഒന്ന് ദൂത് ഞാൻ പറയട്ടെ. ഈ സെൽസഹിലിലെ കല്ല്, ഈ കല്ലറത്തൂൺ ശൗലിന് ശമൂവേൽ ചൂണ്ടിക്കാട്ടിയത് എന്തിനാ? ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ശൗലേ, നീ എന്നെ വിട്ടു പോകുമ്പോൾ നീ ആദ്യം സെൽസഹിൽ റാഖേലിന്റെ കല്ലറയ്ക്കരികെ എത്തും. ആ കല്ലറത്തൂണിന്റെ അവിടെ എത്തും. എന്തിനാ? ശൗലേ, നീ സൂക്ഷിച്ചോണം. ഈ സെൽസഹിൽ റാഖേലിന്റെ കല്ലറ തൂൺ ഇത് കാണുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിന്റെ വലിയ വലിയ അമ്മച്ചി ആയ റാഖേൽ, ശൗലിന്റെ വലിയ വലിയ അമ്മച്ചിയാ. ഈ റാഖേൽ അവിടെ പട്ടുപോകാൻ കാരണം ഉണ്ട്. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. നിനക്കൊരു ചൂണ്ടു പലകയായി ആ സെൽസഹിൽ റാഖേലിന്റെ കല്ലറത്തൂൺ നിൽക്കുകയാണ്. ശൗലേ, നീ അത് ശ്രദ്ധിച്ചോണം. നിന്റെ വലിയ വല്യമ്മച്ചിയുടെ കല്ലറത്തൂണത്. നീ അത് ശ്രദ്ധിച്ചോണം. നിന്റെ ജീവിതത്തിൽ ആ അധപതനം സംഭവിക്കരുത്. ഇന്ന് ചിലരുണ്ട്, എത്ര പാസ്റ്റർമാർ ഉപദേശം കൊടുത്താലും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്നത് പോലെ, ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ പിന്നെയും ഈ വ്യക്തി ചെന്ന് അതേ കുഴിയിൽ തന്നെ അങ്ങ് വീഴും. വീഴല്ലേ ചൂണ്ടുപലകയായി. അങ്ങനെ പല സംഭവങ്ങൾ വേദപുസ്തകത്തിൽ ദൈവാത്മാവ് കാണിച്ചിട്ടുണ്ടല്ലേ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, ഉപ്പ് തൂണായിട്ട് ഇങ്ങനെ ഇപ്പോഴും നിൽപ്പുണ്ട്. ചൂണ്ടുപലകയായി സ്മാരകമായിട്ടിങ്ങനെ നിൽക്കുക. അത് കാണുമ്പോൾ നാം ഓർക്കേണ്ട പല സംഗതികളുണ്ട്. സ്തോത്രം. പോട്ടെ, ഞാനത് വിടുക. ശൗലേ, സെൽസഹിൽ റാഖേലിന്റെ കല്ലറ. എന്താ റാഖേലിന് സംഭവിച്ചത്? ഈ കല്ലറയുടെ പ്രത്യേകത എന്നാ? നമുക്ക് നേരത്തെ വായിച്ച ആ 20-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാം. 20-ാം വാക്യം, 35-ന്റെ 20-ാമത്തെ വാക്യം, ഉൽപ്പത്തി. മതി. റാഖേലിന്റെ കല്ലറത്തൂൺ എന്ന പേരായിട്ട് അത് ഇതുവരെ നിൽക്കുന്നു. എന്തുവാ ഈ റാഖേലിന്റെ കല്ലറയ്ക്ക് റാഖേലിന് സംഭവിച്ചത്? ബേതേലിൽ വെച്ച് ദൈവം യാക്കോബിന് പിന്നെയും പ്രത്യക്ഷനായി. നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാകും എന്ന് പറഞ്ഞു വാഗ്ദത്തം കൊടുത്ത ശേഷം യാക്കോബും കൂട്ടരും റാഖേലും ലേയായും മക്കളും ദാസീദാസന്മാരും മൃഗസമ്പത്തും എല്ലാം കൂടെ യാത്ര പിന്നെയും തിരിച്ചു. ബെത്ലഹേമിലെത്താൻ
അതായത് എഫ്രാത്തയിൽ എത്താൻ അല്പദൂരം കൂടെ മാത്രം, അല്പദൂരം കൂടെ മാത്രം. അതിൻ്റെ 15 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 15 മുതൽ. ആ ആ ആ എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രം. എഫ്രാത്ത എന്ന് പറഞ്ഞാൽ ബത്ലഹേം. ബത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ വീട്. ഇവന്റെ യാത്ര അങ്ങോട്ടാ, അപ്പത്തിൻ്റെ വീട്ടിലേക്കാ, ബത്ലഹേമിലേക്കാ, എഫ്രാത്തയിലേക്കാ. അവിടെ എത്താൻ അല്പദൂരം മാത്രം. പക്ഷേ സംഭവിച്ചത്, അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേലിന് പ്രസവ വേദന എടുത്തു. അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ബെനോനി അഥവാ ബെന്യാമിൻ എന്നു പേരുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിന് അവൾ ഒരു പേരിട്ടു. പേരിട്ട ശേഷം റാഹേൽ കണ്ണടച്ചു, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. റാഹേൽ മരിച്ചു. എവിടെ വെച്ച്? എഫ്രാത്തയിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ. എഫ്രാത്തയിലെത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ ഒരു ദൂത് ഞാൻ പറയാൻ പോകുക. നമ്മുടെ കർത്താവിൻ്റെ നാടിൽ എത്തിച്ചേരാൻ, ആ നാട്ടിലെത്തിച്ചേരാൻ ഇനി അല്പദൂരം കൂടെ മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുക. ഇനി അല്പദൂരം കൂടെ ഉള്ളൂ നമ്മുടെ കർത്താവിൻ്റെ നാടിനോടടുക്കാൻ. ഈ അല്പദൂരം മാത്രമുള്ളപ്പോൾ ഈ വഴിമത്തിയെ എന്നെ കേൾക്കുന്ന ജീവിതമേ, നീ പട്ടുപോകരുത്. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടം തികച്ചു. ഇനി അല്പദൂരം കൂടെ മാത്രം, അല്പദൂരം കൂടെ മാത്രം. നമുക്കൊരു തീരുമാനം ദൈവത്തിൽ എടുക്കാം. അപ്പാ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഇനി അല്പദൂരം കൂടെ മാത്രമേ ഉള്ളൂ നിന്റെ നാടിനോടടുക്കാൻ, നിന്റെ കാഹളം ധ്വനിക്കാൻ. ഇനി അല്പസമയം കൂടെ മാത്രമേ ഉള്ളൂ. ഈ വഴിമത്തിയെ ഞാൻ പട്ടുപോകരുത്. എന്താ കാര്യം? അതുകൂടെ പറയാം. റാഹേൽ പട്ടുപോകാൻ കാരണമെന്ന, വഴിയിൽ വെച്ച് അവൾ മരിച്ചു പോകാൻ കാരണം, വാഗ്ദത്ത എഫ്രാത്തയിൽ പ്രവേശിക്കാൻ കഴിയാതെ അതിനോട് ഏകദേശം അടുത്തെത്താറായപ്പോൾ റാഹേൽ പട്ടുപോകാൻ, മരിച്ചു പോകാൻ കാരണം, ഗിലെയാദിൽ ഇവർ പാളയമടിച്ച് കിടക്കുമ്പം ഇവളുടെ അപ്പനായ ലാബാൻ യാക്കോബിന്റെ ഓരോ കൂടാരങ്ങൾ കയറി ഇറങ്ങി തപ്പി. എന്തിനു വേണ്ടിയാ? അവന്റെ ഗ്രഹബിംബത്തിന് വേണ്ടി. ഗ്രഹബിംബം, ലാബാന്റെ ഗ്രഹബിംബം. അത് തപ്പി 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 നടന്നു, എങ്ങും കണ്ടില്ല. റാഹേലിന്റെ കൂടാരത്തിലും കയറി. റാഹേൽ ആ ഗ്രഹബിംബം മോഷ്ടിച്ചെടുത്ത് ഒരൊട്ടക കോപ്പിനകത്താക്കി അത് കെട്ടി അതിന്റെ മേൽ അവൾ കയറിയിരിക്കുകയാ. അപ്പൻ വന്നപ്പോൾ റാഹേൽ ബഹുമാനാർത്ഥം എഴുന്നേറ്റില്ല. അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പാ, എന്നെങ്കിലും ഞാൻ നിന്റെ മുമ്പിൽ എഴുന്നേൽക്കാതിരുന്നിട്ടുണ്ടോ? ലാബാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ എന്നെ സ്നേഹിക്കുന്നവളാ, എന്നെ ബഹുമാനിക്കുന്നവനാ. അപ്പോൾ റാഹേൽ അങ്ങോട്ട് പറഞ്ഞു കാണും, അപ്പാ, ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ ഒക്കാത്ത സ്ഥിതിയാ. എന്താ കാര്യം? അങ്ങനത്തെ മുറയാണെന്ന് എനിക്ക്. എന്താ കാര്യം? കീഴിലിരിക്കുക ഒരു സാധനം, അതിന്റെ പുറത്ത് കയറി ഇവൾ ഇരിക്കുക. അപ്പന്റെ ഗ്രഹബിംബം. ഞാനത് വായിച്ചിട്ട് ഇങ്ങനെ ഓർത്തു, ഈ റാഹേൽ എന്തോ ഒരു മണ്ടിപ്പെണ്ണ. കഴിഞ്ഞ 20 വർഷങ്ങൾ യാക്കോബിനോടുകൂടെ ജീവിച്ചിട്ട്
യാക്കോബിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ റാഹേൽ, ദൈവത്തിന്റെ പൈതല്, നിന്റെ കയ്യടി നല്ലതാ, നിന്റെ അന്യഭാഷ നല്ലതാ, നിന്റെ സ്വോത്രം നല്ലതാ, നിന്റെ ദശാംശം നല്ലതാ. പക്ഷേ നീ തിരിച്ചറിയണം. സ്വോത്രം. എന്തിനാ ഇവളീ ഗ്രഹബിംബം മോഷ്ടിച്ചെടുത്തെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ തലമുകഞ്ഞ് ചിന്തിച്ചു, എന്തിനാ ഇവളിത് മോഷ്ടിച്ചെടുത്ത്? ഒരു ഗ്രഹബിംബം. യാക്കോബിന്റെ കൂടെ 20 വർഷങ്ങൾ ജീവിച്ചവൾ, യാക്കോബ് സേവിക്കുന്ന ദൈവമാ ജീവനുള്ള ദൈവമെന്ന് ഇവൾ മനസ്സിലാക്കിയതാ. എന്നിട്ടും ഇവൾ അപ്പന്റെ ഗ്രഹബിംബം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന നേരത്തെ സഭയിൽ ഒരു കുടുംബത്തിൽ എന്നും വഴക്ക, തല്ല, എന്നും തല്ല, വഴക്ക. ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര വഴക്ക. ഒരു ദിവസം ഈ സഹോദരി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, എന്താ എൻ്റെ ജീവിതത്തിലെ കുറവൊന്നൊന്ന് കാണണം. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഊരി മാറ്റിയ ഏതെങ്കിലും ആഭരണം വീട്ടിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഇല്ല. ഒന്നുമില്ല എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എല്ലാം വിറ്റെന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ പറഞ്ഞു, ഇല്ല, നിൻ്റെ പെട്ടിക്കകത്ത് ഒരാഭരണം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവൾ എന്നോട് പറഞ്ഞു, ശരിയാ പാസ്റ്ററേ, എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ കെട്ടിയ മിന്ന് ഞാൻ കളയാതെ വെച്ചിരിക്കുക. മിന്ന് അതെങ്ങനെ കളയാനാ? ഭർത്താവ് കെട്ടിയതല്ലേ കല്യാണത്തിന്. അത് കളയാതെ എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ ബന്ധനം, അതാ ബന്ധിക്കപ്പെട്ടത്, അതെടുത്ത് കളയാൻ പറഞ്ഞു. അവൾ അതെടുത്തും കളഞ്ഞു കേട്ടോ. അതിൽ പിന്നെ ആ കുടുംബത്തിന് സ്വസ്ഥതയായി, സമാധാനമായി. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആഭരണം വെക്കുന്നത് പിശാച് അവകാശം പറയുന്നതാണ്, ഞാൻ പറഞ്ഞില്ല. സ്വോത്രം, ശ്രദ്ധിക്കണം. പിശാചിന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. നമ്മുടെ മൊബൈലിൽ കാണരുത്, നമ്മുടെ പേഴ്സിൽ കാണരുത്, നമ്മുടെ അക്കൗണ്ടിൽ കാണരുത്. ആണല്ലോ, സ്വോത്രം ഇല്ലല്ലോ. മനസ്സിലായില്ല? പിശാചിനെ അവകാശം പറയുന്ന ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ കാണലെന്ന്, ബാങ്കിലെ അക്കൗണ്ടിൽ. പിശാചിന് അവകാശം പറയുന്ന ഒന്നും ഈ മൊബൈലിനകത്ത്, ഈ സൂത്രത്തിനകത്ത് കാണരുതെന്ന്. സ്വോത്രം. പിശാച് വരും കേട്ടോ. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിച്ചെന്ന യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. മോശയുടെ ശരീരത്തിന് വേണ്ടി. മോശയുടെ ശരീരം ആരാ അടക്കിയേ? ദൈവം. പിസ്ഗായുടെ മലമുകളിൽ വെച്ച് അവൻ മരിച്ചു, ദൈവം അവനെ അടക്കിയെന്ന. ആ മോശയുടെ ശരീരത്തിന് വേണ്ടി ആര് വാദിച്ചു? പിശാച് വാദിച്ചെന്ന്. യോശുവ എന്ന പുരോഹിതന്റെ വസ്ത്രത്തിന്റെ അഴുക്കെ പിടിച്ചോണ്ട് പിശാച് ദൈവസന്നിധി ചെന്നെന്ന്. ദൈവം പറഞ്ഞു, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. ഞാനിവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയ. അവന്റെ വസ്ത്രത്തിന്റെ അഴുക്ക് പിടിച്ചോണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതേ ഉള്ളല്ലേ. നമ്മുടെ അക്കൗണ്ടിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ മൊബൈലിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിനകത്ത് പിശാചിന് അവകാശം പറയുന്ന വല്ലതും ഉണ്ടോ? നമ്മുടെ ബെഡ്റൂമിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ മനസ്സിൽ വല്ലതുമുണ്ടോ പിശാചിന് അവകാശം പറയാൻ? സ്തോത്രം. റാഹേൽ പട്ടുപോകാൻ കാരണം അപ്പന്റെ
വിഗ്രഹബിംബം അവൾ മോഷ്ടിച്ചെടുത്തു വെച്ചു. പിശാച് അതിൽ അവകാശം പറഞ്ഞു. അവൾ എഫ്രാത്തയിൽ പ്രവേശിച്ചില്ല, വഴിമധ്യേ പട്ടുപോയി. പ്രിയ ദൈവമക്കളെ, സാത്താന്യ ശക്തികളുടെ മേൽ ജയം എടുക്കണമെങ്കിൽ നമുക്ക് ഉയരത്തിലെ ശക്തി ആവശ്യമാണ്. യാക്കോബ് നേരിട്ട 5 കല്ലുകൾ നാം ചിന്തിച്ചു. 5 കല്ലുകൾ. ഇന്ന് രാത്രി നമ്മുടെ ഈ ജീവിതത്തിൽ ഈ കല്ലുകളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അതിൻ്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ഉയരത്തിലെ ആത്മശക്തി നമുക്ക് വേണം. നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാമോ? 10:17 യെശയ്യാവ്. ഒരു തീയായും ഇരിക്കും, അത് കത്തി ഒറ്റ ദിവസം അത് കത്തണം. ഏതാ? ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും കത്തണം. അത് കത്തിയാൽ ഒത്തിരി ദിവസമൊന്നും വേണ്ട ദൈവത്തിന് പ്രവർത്തിപ്പാൻ. ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ആ തീ ഒന്ന് കത്തിയാൽ ഇപ്പോൾ നമ്മുടെ മേൽ വിടുതല. ആ തീ ഒന്ന് കത്തട്ടെ. സ്വത്രം. നിക്കണേ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ മുള്ളും പറക്കാരെയും ദഹിച്ചു മാറണമെങ്കിൽ ഈ തീ ഒന്ന് ഇവിടെ കത്തണം.